ഹലോ നമസ്കാരം. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡെയിലി ഇപ്പം കണ്ട് കണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പായിട്ടുണ്ടാവില്ലേ? ഇപ്പോൾ ഞാൻ രാത്രിയിലത്തൊരു കാര്യം കാണിച്ചു തരട്ടെ. ഞങ്ങളിതാ പുറത്ത് ഫുഡ് കഴിക്കാൻ വന്നതാട്ടോ. വലിയ കാര്യമൊന്നുമല്ല, ചെറിയൊരു കാര്യമാണ്. എല്ലാവരും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നമ്മളിങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വരും കേട്ടോ. എപ്പോഴും വരാറ് കുറവാണ്, വല്ലപ്പോഴും വരാറുണ്ട് ഇങ്ങനെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്. ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിനു മുമ്പും. അപ്പോൾ കുറേ മാറ്റങ്ങളിപ്പോൾ നേരത്തെ വന്നതിലൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഫുൾ ഓപ്പൺ ആയിരുന്നു, ഇപ്പോൾ കുറച്ചൊക്കെ ക്ലോസ്ഡ് ആയി. പിന്നെ ഒരു പുതിയ ഹൗസ് ബോട്ട് അവിടെ വന്നിട്ടുണ്ട്. അതായിരുന്നു ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഒരു പുതുമ തോന്നിയത് കണ്ടപ്പോഴത്തേക്കും. അപ്പോൾ അതിലിങ്ങനെ പാക്കേജായിട്ട് ആളുകളെ കൊണ്ടുപോകുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടാ. 4 ലക്ഷം രൂപ എന്തോ ആണ് എന്നാണ് പറഞ്ഞത് പാക്കേജിന്. അറിയില്ല, നമ്മളിങ്ങനെ കേട്ട് കണ്ട് ഇങ്ങ് പോന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫുഡൊക്കെ എത്തി. ഫ്രൈഡ് റൈസും പിള്ളേർക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ ഫ്രൈഡ് റൈസ് ഓർഡറാക്കി. പിന്നെ എനിക്ക് എവിടെ പോയാലും പൊറോട്ടയിലോ അല്ലെങ്കിൽ ബിരിയാണിയിലോ ഞാൻ വന്ന് നിൽക്കാം കേട്ടോ. പലതും പ്ലാൻ ചെയ്ത് പോകും, പക്ഷെ അവിടെ എത്തുമ്പോഴത്തേക്കും എൻ്റെ മനസ്സ് അറിയാതെ പൊറോട്ടയും ബീഫ് അല്ലെങ്കിൽ ബിരിയാണി ഇതിലേക്ക് എത്തും. അപ്പം ഞാൻ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഓർത്ത് കിഴി പൊറോട്ടയാട്ടോ ഓർഡർ ചെയ്തത്. എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നാൽ, ഈ ചാറിലിങ്ങനെ മുങ്ങി നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ കുതിർന്ന് കിടക്കൂലേ, അതേപോലെ ആയിരുന്നു കേട്ടോ പൊറോട്ട. നമ്മളിങ്ങനെ വായിലേക്ക് വെക്കുമ്പോൾ അലിഞ്ഞിങ്ങനെ വായിലേക്ക് പോകും. അതാദ്യമായിട്ടാട്ടോ ഞാൻ കഴിക്കുന്നത്. സാധാരണ ഇങ്ങനെ ചാറിൽ മുക്കിയൊക്കെ കഴിക്കും, പക്ഷെ ഇങ്ങനെ കിഴിയാക്കിയൊക്കെ തരുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ കഴിച്ച് പതുക്കെ ഇറങ്ങാണ് കേട്ടോ. ഇനി വീട്ടിലേക്ക് പോയിട്ട് വേഗം കിടന്നുറങ്ങണം, അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.